പിന്നെ എനിക്ക് പറയാനുള്ളത് മീൽ പ്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുൾ ഡേ നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഞായറാഴ്ച എടുത്തിട്ട് ഫുൾ ഡേ ഞാൻ ഇതിന്റെ പുറകെ നിൽക്കുക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലത്തെ കുക്കിംഗ് രാവിലെ ഞാൻ അധികം അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അല്ലെങ്കിൽ നമുക്ക് തീരെ ഇല്ല, ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടാൽ മാത്രമേ രാവിലെ ഇറങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. കാരണം രാവിലെ തൊട്ടുച്ച വരെയുള്ള സമയം ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റാറില്ല. സോ ഞാൻ സാധാരണ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി വെക്കും. മീൽ പ്രിപ്പ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളില്ലേ, ഇപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ദിവസത്തെ ടു ഡു ലിസ്റ്റിനകത്ത് പോകുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കണം, പച്ചക്കറി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, പച്ചക്കറി വാങ്ങിക്കുന്നത്, അതുപോലെ ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്, ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം ഞാൻ ചെയ്തില്ല. പച്ചക്കറി കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ എല്ലാം കൂടെ കുക്ക് ചെയ്തില്ല. ഞാൻ കുറേശ്ശെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ടൊരു സമയം നോക്കിയിട്ട് ഒരേപോലെ നമുക്ക് എഫേർട്ട് ഇടുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ പരിപ്പ് കറി, പിന്നെ അവിയൽ, അതുപോലെ ചീരത്തോരൻ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എല്ലാത്തിനും അരപ്പ് സെയിമാണ്. സോ അരപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് ആക്കുന്ന ഒരു ദിവസം അതുപോലത്തെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കുന്നത് ഒരു ദിവസം, അതായത് ഒത്തിരി ഇരുന്ന് പൊളിച്ച് റെഡിയാക്കണമല്ലോ, അപ്പോൾ അതിന് ഒരു ടൈം എടുത്ത് ഒരു സമയം. പിന്നെ ദോശമാവ്, ഇതെല്ലാം പല പല ദിവസം സ്പ്ലിറ്റ് ചെയ്താൽ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരൊറ്റ ദിവസം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കേസിൽ എനിക്ക് പറ്റുന്നില്ല. നമ്മളാണെങ്കിലും മടുത്തും ഈ മീൽ പ്രിപ്പ് എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയേച്ച് പോകും. ഇത് നമ്മളൊരു റൂട്ടീൻ പോലെ എല്ലാ ദിവസവും ചെയ്യേണ്ട കുറേശ്ശെ കാര്യങ്ങൾ, അതിലെ കറികൾ തീരുന്ന മുറയ്ക്കും എല്ലാ കറികളും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുമല്ല, ഒരു 3-4 കറികൾ ഒരുമിച്ച്, അതും ഇതുപോലെ എഫേർട്ട് കുറഞ്ഞ് നമുക്ക് ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളെല്ലാം നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ അച്ചാർ ഉണ്ടാക്കി വെക്കുന്നത്, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കും. കുറുമ, സാമ്പാർ എന്നൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ദിവസം വൈകിട്ട് കൂടിയിട്ട് ഒരു 4 മണി 5 മണിക്ക് ശേഷമാണ് ഞാൻ അതിൻ്റെ പരിപാടി തുടങ്ങുന്നത്. അത് തുടങ്ങി ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും തണുത്തിട്ട്. 2 മണിക്കൂർ മാക്സിമം കേട്ടോ തണുപ്പിക്കാനായിട്ട്. അതിനപ്പുറം നമ്മൾ സമയം എടുക്കരുത്. അങ്ങനെ എങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ട് വെക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാനായിട്ട് നോക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അപ്പം ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വൈകിട്ടെങ്ങാനും നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരികയാണ്, നമുക്ക് പെട്ടെന്ന് വിശക്കുന്ന ഒരു ഇച്ചിരി ഫുഡ് എടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് 1-2 ഇടിയപ്പം എടുത്ത് കുറച്ച് കടലക്കറി എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് തന്നെ വെച്ച് നേരെ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആവി കയറ്റണമെന്നില്ല, പ്ലേറ്റിലോട്ട് തന്നെ വെച്ച് നമുക്ക് മൈക്രോവേവിൽ വെച്ച് പെട്ടെന്ന് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫുഡിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ വാങ്ങിക്കും, നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കും, അല്ലെങ്കിൽ പുറത്ത് വെച്ചേക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ചീഞ്ഞ് പോകും, ചിലപ്പോൾ എടുക്കില്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? എടുത്തത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ ആപ്പിളൊന്നും അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഇപ്പോൾ പേരയ്ക്ക, പിന്നെ വാട്ടർമെലൺ, പിന്നെ പൈനാപ്പിൾ, അതുപോലുള്ള പപ്പായ, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചേച്ച് അത് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് രാവിലെ ആവശ്യമുള്ളവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ മിക്സഡ് ഫ്രൂട്ട്സ് പോലെയോ അല്ലാണ്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. പിള്ളേർക്കാണെങ്കിൽ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. സോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു രീതി, അത് കട്ട് ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചേക്കാം. അത് ചീത്തയായി പോകത്തില്ല. നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ, പണ്ട് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച്, ഇപ്പം ഞാൻ വെജിറ്റബിൾ അങ്ങനെ കട്ട് ചെയ്യാറില്ല, വാങ്ങിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ബൾക്കായിട്ട് കുക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും, ആരും കഴിക്കാതിരിക്കത്തില്ല.